ചെല്ലാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ ബഹുമാനപ്പെട്ട അഹ്മദ് ഉസ്താദിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നത് വിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ബദരീങ്ങളുടെയും പേര് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. അല്ലാഹു നമ്മളുടെ മജ്‌ലിസിൽ എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പൊരുത്തപ്പെട്ട് കബൂലിയത്തുള്ള മജ്‌ലിസാക്കി അല്ലാഹു നമ്മളുടെ മജ്‌ലിസിനെ മാറ്റിത്തരട്ടെ. നമ്മളെയും അതേപോലെ വീട്ടുകാരെയും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരും അല്ലാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ചേർത്ത് തരട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ഒന്ന് ചോദിച്ചു, മത്തസ്സാഅ യാ റസൂലല്ലാഹ്, നബിയെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ, എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, വമാ അഅദത്ത ലഹ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിക്കുന്ന നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വമാ അഅദത്ത ലഹ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നിന്റെ ജീവിതത്തിൽ? ആ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആ ഖിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്? ആ സമയത്ത് ആ സ്വഹാബി മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോടും നിങ്ങൾ പഠിപ്പിച്ചു തന്ന റബ്ബിനോടും ഉള്ള സ്നേഹമല്ലാതെ, റബ്ബിനോടും നിങ്ങളോടുമുള്ള ഇഷ്ടമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിൽ ഇല്ല റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോടുള്ള സ്നേഹവും മഹബത്തും അല്ലാതെ വേറൊന്നുമില്ല എന്റെ കയ്യിൽ എന്ന് പറയാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഹൃദയമറിഞ്ഞ് സ്നേഹിച്ചത്, നീ ആരെയാണോ വല്ലാതെ ഇഷ്ടപ്പെട്ടത്, അയാളുടെ കൂടെ ആയിരിക്കും നാളെ മഹ്ശറയിൽ പിന്നീടുള്ള ജീവിതത്തിൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേ മറുപടിയാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആ മദീനയിലുള്ള റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നാളെ ശഫാഅത്തുൽ ഉദ്മ എന്ന് പറയുന്ന ഒരു വലിയ തൗഫീഖ് റസൂലുള്ളാഹിക്ക് കിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശഫാഅത്തുൽ ഉദ്മയിൽ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണ് സ്വർഗീയ ലോകത്തേക്ക്. ആ ഒരു ശഫാഅത്തുൽ ഉദ്മയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാതെ, അവിടുത്തെ ഓർത്ത് വിതുമ്പാതെ ഒരു ദിവസവും നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോവില്ല. കാരണം അത്രമേൽ മഹത്വമാണ് ആ മഹ്ശറ വൻസഭയിൽ. അവിടുത്തെ ഭീകരമായ അവസ്ഥയും അവിടെ നിന്ന് കൈച്ചിലാവാൻ, രക്ഷപ്പെടാൻ നമ്മൾക്കുള്ള ഒരേ ഒരു പിടിവള്ളി അള്ളാഹുവിന്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ റബീഉൽ അവ്വൽ അവസാനിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മൾ എന്ത് സുന്നത്തായ ഒരു കാര്യം, പുതുതായി എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഇഹ്യായി ചെയ്തിട്ടുണ്ടോ, ജീവിപ്പിച്ചിട്ടുണ്ടോ? ആ സുന്നത്തായ പ്രവൃത്തി പലതും എല്ലാ ദിവസവും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരുപക്ഷെ നമ്മൾ ഏത് കാലെടുത്ത് വെക്കണം എന്ന് നമ്മൾക്കറിയാം. അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാലെടുത്ത് വെക്കണം നമുക്കറിയാം. ബാത്റൂമിലേക്ക് കയറുമ്പോ എടുത്തു വെക്കേണ്ട കാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നമുക്കറിയാം. ഓട്ടോമാറ്റിക്കലി ചിലപ്പോ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തിനെ ഞാൻ പിൻപറ്റുകയാണ് എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിൽ വരുന്നതുമായ സുന്നത്തിന്റെ സവാബിന് വലിയ വ്യത്യാസമുണ്ട് എന്ന് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പുഞ്ചിരിക്കുകയാണ്. ഇനി സദസ്സിൽ വന്ന് ഇവിടെ നിന്ന് നിങ്ങളോടെല്ലാരും ഒരു ഇളം പുഞ്ചിരി ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചിരിയാണ്. നമ്മളിൽ പലരും ഒരു ദിവസം ചിരിക്കാതെ ജീവിക്കുന്ന ഒരാളില്ല, അല്ലെ? സ്വാഭാവികമായിട്ട് പലരും കാണും, നമ്മൾ ചിരിച്ചു പോകും, സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിരിക്കും. ആ ചിരിക്കുന്നതിന് നമുക്ക് സവാബുണ്ട്, പുഞ്ചിരി സ്വതക്കയാണ്. എന്നാൽ
എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തിനെ, ആ സുന്നത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ പിൻപറ്റുകയാണെന്ന് ഹൃദയമറിഞ്ഞുകൊണ്ട് ഒന്നൊരാളോട് പുഞ്ചിരിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലവും അല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി കടന്നു വരുന്ന പ്രവൃത്തിക്ക് ലഭിക്കുന്ന പ്രതിഫലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന സുന്നത്തുകൾ ഒന്ന് ആലോചിച്ചു. നമുക്ക് തുപ്പാൻ മുട്ടി, തുപ്പുന്ന സമയത്തൊന്ന് ഇടതുഭാഗത്തേക്കൊന്ന് തുപ്പിയാൽ ആ സമയത്ത് ഇത് എന്റെ റസൂലിന്റെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരുതിയിട്ട് ഒന്നുമില്ല, നമ്മൾക്ക് എന്തായാലും തുപ്പാൻ മുട്ടിയാൽ ഒന്ന് കുരച്ചൊന്ന് കഫം വന്നു അല്ലെ, സ്വാഭാവികമായിട്ടുള്ള ഒരു തുപ്പൽ വരികയാണ്. ഇടതുഭാഗത്തേക്ക് ഇത് എന്റെ റസൂൽ ഇങ്ങനെയാ ചെയ്തത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പിൻപറ്റുന്നത് എന്ന് കരുതി ആ വല്ലാത്ത ഇഖ്ലാസുള്ള നിയ്യത്തോടുകൂടെ ഒന്ന് അമല് ചെയ്താൽ നമ്മൾ ആരായി മാറി? വലിയ സ്വഭാവം ലഭിച്ചവരായി മാറി. സ്വാഭാവികമായി നമ്മൾ ഇടതുഭാഗത്ത് തുപ്പുന്നതും ഈ കരുത്തോടുകൂടെ തുപ്പുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപോലെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ എത്രയോ സുന്നത്തുകൾ, വുളു എടുത്ത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന വലിയ പ്രതിഫലമുള്ള പ്രാർത്ഥനയാണ്. കുറെ കാര്യങ്ങൾ എന്ന് പറയാം, നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ്. വുളു എടുത്ത് കഴിഞ്ഞിട്ടുള്ള ശഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥന, ആ ദ്വാരക്കുമ്പോ ഓരോ പ്രാർത്ഥനയുടെ സമയത്തും സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉറപ്പായും അയാൾ അത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. വുളു എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ പ്രാർത്ഥന, ആ ദുആ നല്ല നിയത്തോടുകൂടെ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്താണ്, ഞാനത് മനസ്സറിഞ്ഞ് പിൻപറ്റുകയാണ്. അങ്ങനെ നമ്മൾ കരുതുകയാണെങ്കിൽ ആ സുന്നത്ത് ജീവിപ്പിച്ചവനായി നമ്മൾ മാറും. അങ്ങനെ സുന്നത്തിനെ ജീവിപ്പിച്ചവനായി മാറുമ്പോ വിശുദ്ധമായ അദ്കിയ എന്ന കിതാബിൽ കാണാം, ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല, മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. അല്ലാഹു നമ്മളുടെ കൈയും കാലുമായി മാറുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒരപാകതകളിലേക്കും മാറിപ്പോവാതെ സംരക്ഷിച്ചു നിർത്താൻ, നമ്മളുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് ഒന്നാമതായി എന്റെ നഫ്സിനോടാണ്. അതേപോലെ തന്നെ 24 മണിക്കൂറും നമ്മളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റിയ ചില സുന്നത്തുകളുണ്ട്. അതിലൊന്ന് നമ്മളുടെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നീട്ടി വളർത്താൻ പറഞ്ഞ താടിയാണ്. 24 മണിക്കൂർ അതിന് കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ പ്രതിഫലമാണ്. ഒരു സെക്കൻഡ് പോലും ഒയ്യാതെ കൂലി കിട്ടുന്ന കാര്യമാണ്. അല്പമെങ്കിലും നമ്മൾ ആ താടി വളർത്തിയിട്ടുണ്ടെങ്കിൽ, ഹൃദയം അറിഞ്ഞ സുന്നത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വലത് കൈയിലെ ചെറുവിരലിൽ ഒരു മോതിരം അണിയുക, വെള്ളി മോതിരം. 24 മണിക്കൂർ ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മൾ അയച്ചു വെക്കില്ലല്ലോ, ഓതെടുക്കുമ്പോൾ ഒന്നും നീക്കേണ്ട ആവശ്യമുള്ളൂ. 24 മണിക്കൂറും അത് ആ ഇടുന്ന സമയത്ത് ഒറ്റ നിയത്ത്, ഞാൻ ഈ മോതിരം ധരിച്ചത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പിൻപറ്റിക്കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളൊരു ഹൃദയമറിഞ്ഞ ഒരു നിയത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ചെയ്യാതെ കൂലി കിട്ടുന്ന കാര്യമാണ്. അല്പമെങ്കിലും നമ്മൾ ആ താടി വളർത്തിയിട്ടുണ്ടെങ്കിൽ, ഹൃദയം അറിഞ്ഞ സുന്നത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വലത് കൈയിലെ ചെറുവിരലിൽ ഒരു മോതിരം അണിയുക, വെള്ളി മോതിരം. 24 മണിക്കൂർ ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മൾ അയച്ചു വെക്കില്ലല്ലോ, ഓതെടുക്കുമ്പോൾ ഒന്നും നീക്കേണ്ട ആവശ്യമുള്ളൂ. 24 മണിക്കൂറും അത് ആ ഇടുന്ന സമയത്ത് ഒറ്റ നിയത്ത്, ഞാൻ ഈ മോതിരം ധരിച്ചത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പിൻപറ്റിക്കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളൊരു ഹൃദയമറിഞ്ഞ ഒരു നിയത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ. അതൊക്കെയും ഹൃദയം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ തീർച്ചയായും ആ വലിയ പ്രതിഫലത്തിലൂടെ നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിച്ച് അവിടുത്തെ കരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് സ്വർഗീയ ലോകത്തേക്ക് പോകാൻ നമ്മൾക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ജീവിതം ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കും.
നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും. എനിക്കറിയാം, എന്റെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അവൻ എന്റെ സ്ഥാപനത്തിലേക്ക് ദർസിലേക്ക് വന്നു. അപ്പൊ ഈ ഒരു സുഹൃത്താണ്, അവിടെയുള്ള ഉസ്താദിനെ കാണാൻ വന്നു. നല്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. ഒരൊറ്റ ദിവസം അവിടുത്തെ ഉമ്മക്ക് ഒരു അസുഖം വന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചു. 2-3 ചെക്കപ്പ് കഴിഞ്ഞു. മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവരുടെ എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കുകയാണ്. അതിനുശേഷം കീമോ ചെയ്യുന്നു, റേഡിയേഷൻ ചെയ്യുന്നു, നിരന്തരമായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുന്നു. അവർ എത്രയോ ലക്ഷങ്ങൾ കടമായ സ്ഥിതിയിൽ 10-12 ലക്ഷത്തോളം രൂപ ഇപ്പൊ നിലവിൽ അവർക്ക് കടാണ്. ആ രൂപത്തിലേക്ക് എത്ര സമയത്തിനുള്ളിൽ അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. ഇപ്പോഴും അത്രയും പ്രയാസത്തിലാണ്. എന്റെ നാട്ടുകാരനാണ്, മേപ്പയ്യൂർ സ്വദേശിയാണ്, ഒരു സഹോദരിയാണ്. ഞാൻ പറയുന്നത്, അള്ളാഹു നമ്മൾക്കൊക്കെയും ഇത്തരത്തിലുള്ള മാറാരോഗങ്ങളിൽ നിന്നുള്ള കാവല് നൽകട്ടെ. ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷവും നമ്മളുടെ കൈകളിൽ നിന്ന് സന്തോഷത്തിന്റെ നല്ല നിമിഷങ്ങളെ എടുത്തു കൊണ്ടുപോവാൻ ഈ ലോകത്തുള്ള ദുനിയാവിലെ ജീവിതത്തിന് കഴിയും. നമ്മളിപ്പോ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതവും ചിന്തയൊക്കെ സന്തോഷത്തിലുണ്ടാവും. വീട്ടിൽ പോയാൽ മക്കളെ കാണാം, അല്ലെങ്കിൽ ഭാര്യയെ കാണാം, ഉമ്മാനോടൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ അടർന്നു വീഴാൻ കുറഞ്ഞ സമയങ്ങൾ മതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ അതിനു മുമ്പായി നമ്മളുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ജീവിതം നയിച്ച് ഹൃദയമറിഞ്ഞുകൊണ്ട് മനസ്സൊന്ന് ശുദ്ധീകരിച്ച് എല്ലാവരോടും നല്ല സ്വഭാവത്തോടുകൂടെ നല്ല പ്രകൃതത്തോടുകൂടെ ജീവിച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ച് നമ്മളുടെ പാരത്രിക ലോകം സുഭദ്രമാക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് ആദ്യമായി ഞാൻ എന്റെ നഫ്സിനോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അഷ്റഫ് കൂടി ചെല്ലാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിലേക്ക് പകർത്താൻ ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിലേക്ക് പകർത്താൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരോട് പ്രത്യേക